guys, back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിഷു സ്പെഷ്യൽ കേക്ക് റെഡി. അപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് സെറ്റ് മുണ്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത്. ഇതുവരെ സെറ്റ് മുണ്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സാരിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഇയറിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതായിരിക്കും നല്ലതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഞാനിത് നേരത്തെ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, ഈ ഏത് ഇയറിംഗ് ആയിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഇയറിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു ഇയറിംഗ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇത് അതാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ്. മേ ബി ഞാൻ ഇതായിരിക്കും ഇത് പ്ലാൻ ചെയ്യുക. ഇത് ഞാൻ മറ്റേ ബാഹുബലി ഫിലിമില്ലേ, ആ സിനിമയിൽ നമ്മുടെ ദേവസേന ഇടുന്ന ആ ഇയറിംഗ് അത് കണ്ടിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മേ ബി ഇതായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ, ഈ ഇയറിംഗ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. എന്താ വിളിക്കാന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാൽ കൂടി ഇത് ഇങ്ങനെ ഹാങ് ചെയ്യില്ലേ, ആ സംഭവം. അപ്പോൾ മേ ബി ഇതാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ടൈപ്പ് ഇയറിംഗ് ഉണ്ട്, ഇങ്ങനൊരു ഹാങ്ങിങ് ചിന്ത. ഇത് ഞാൻ ഓൾറെഡി തോന്നുന്നു വേറെ ഏതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതൊരു സിമ്പിൾ ജ്വല്ലറിയാണ്. അപ്പോൾ ഇതും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോക്കസ് ഒക്കെ പോകും. ഓക്കെ, ഈ ഒരു ഇയറിംഗ്, അപ്പോൾ ഇതും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സിമ്പിളായതുകൊണ്ട്. ഇത് കുറച്ച് ഓവറല്ലേ എന്ന് എനിക്കൊരു സംശയം. ഇത് ഈ ഒരു ഇയറിംഗ് കുറച്ച് ഓവറല്ലേ എന്ന് സംശയം. അപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത്ര ഇയറിങ്സ് ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാരി കൊടുത്തു. ഇനി നെക്സ്റ്റ് ആണ് ഒരു മേക്കപ്പ് ലുക്ക്. സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസറായിട്ട് ഞാനിവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീൻ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൺസ്ക്രീമാണ് ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. അധികം വൈറ്റ് കാസ്റ്റോ സംഭവങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുത്തിലും കയ്യിലും അതുപോലെ തന്നെ ഫേസിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ടാൻ അടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായി തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആണ് ലിപ് ബാം. അപ്പോൾ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹിമാലയയുടെ ലിപ് ബാം തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ലിപ്പ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ് ബാം. പിന്നെ നെക്സ്റ്റ് ആണ് കൺസീലർ വെച്ചിട്ട് ഞാൻ ഈ അണ്ടർ ഐയും പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ മേളിലും പിന്നെ ഈ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലുണ്ടല്ലോ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയാസൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്തിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതും ചെയ്യാറുണ്ട് ഞാൻ. പിന്നെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫിംഗറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി ബ്ലെൻഡറോ വെച്ചിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്യൂട്ടി ബ്ലെൻഡറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഈവനായിട്ട് തന്നെ എല്ലാം ബ്ലെൻഡ് ചെയ്ത് കിട്ടാറുണ്ട്. അല്ലാന്നാണെങ്കിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്താലും കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഒരു കൺസീലർ വെച്ച് തന്നെയാണ്, മീൻസ് ഞാൻ യൂസ് ചെയ്ത കൺസീലർ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് കൺസീലർ വെച്ചാണ് ഫേസ് മൊത്തം കവർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യുന്നത്, സെറ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. മെയിൻലി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അടിഭാഗം പിന്നെ ഫേസ് ആ ഒരു ചെറിയ ചെറിയ ഏരിയാസൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ഫോർഹെഡ് ഏരിയാസ്, ചിൻ ഏരിയാസിലൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെയാണ് നമ്മുടെ ബ്ലഷ്. അത് വെച്ചിട്ട് ചീക്ക് ബോൺസും പിന്നെ ആ നോസിൻ്റെ ആ ഒരു നോസ് ബ്രിഡ്ജില്ലേ അവിടെയൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു നാച്ചുറൽ ബ്ലഷ് എഫക്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ ഇവിടെ ഐ ഷാഡോ യൂസ് ചെയ്യുന്നില്ല, പകരം ഈ ബ്ലഷ് വെച്ച് തന്നെയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും നമ്മുടെ ആ ഒരു മേക്കപ്പ്. ഇത് സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്ത് ഭയങ്കര ഓവറൊന്നും ആക്കണില്ല. നമുക്കെല്ലാം ഭയങ്കര നാച്ചുറൽ ആൻഡ് ഫ്രഷ് ലുക്ക് തന്നെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബ്ലഷാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഐലൈനർ വെച്ചിട്ട് വരച്ച് കൊടുക്കുക. ഞാൻ ഐലൈനർ വെച്ച് വരയ്ക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, അപ്പോൾ ഞാൻ സൂം ഇൻ ചെയ്താലും നിങ്ങൾക്ക് അതത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂം ഒന്നും ചെയ്യാതെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ വരച്ചത് കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ രീതിയിൽ വരച്ചു. പിന്നെ ഞാൻ കാജൽ പ്രിഫർ ചെയ്യുന്ന ആളല്ല, പക്ഷേ ഇതൊരു എത്നിക് വെയർ ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ല ട്രഡീഷൻ ആ ഒരു ലുക്കൊക്കെ ആയതുകൊണ്ട് കാജലും ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ലൈറ്റായിട്ട്. പിന്നെ നമ്മുടെ ഐബ്രോസിൽ ചെറിയ 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 ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഐബ്രോസ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി തന്നെയായിരിക്കും കേട്ടോ ഫേസിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് സ്കിപ്പ് ചെയ്താലും നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല പ്രസൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ലിപ്പ് ലൈനർ ഇതിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ലിപ്പ് ലൈനർ ആട്ടോ. അപ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ അത് ഏകദേശം എൻ്റെ സ്കിന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിപ്പ് ലൈനർ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഔട്ട് ലൈനും പിന്നെ അത് വെച്ച് തന്നെയാണ് ഞാൻ ലിപ്പെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെയർ ജസ്റ്റ് മിഡിൽ പാർട്ടീഷൻ ചെയ്ത് സാധാരണ കിട്ടില്ല, അതേപോലെ സാധാരണ രീതിയിൽ കിട്ടിയത്. അപ്പോൾ കമ്മലായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചുള്ള കമ്മലാണ്. ശരിക്കും ഇതിൻ്റെ കമ്മൽ ഇതല്ല, ഇതിൻ്റെ കമ്മൽ കുറച്ച് ഹെവി, അപ്പോൾ കുറച്ച് ഓവർ ഇല്ലേന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഒരു ജിമിക്ക് വെച്ചിട്ടാണ് ഒന്ന് സ്റ്റൈൽ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഈ ഒരു മിക്കവരും ഇങ്ങനെ ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കയ്യിൽ കുറേ നാളായി വാങ്ങിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഇത് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹെയറിലേക്ക് ഒരു സംഭവം ഉണ്ട്, ഒരു കൊളുത്ത് ഇട്ടാൽ മതി. നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ശരിയായിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കുക. അപ്പോൾ തിരിഞ്ഞു പോയാൽ ഇത് കുറച്ച് തിരിഞ്ഞു പോയാൽ ഭയങ്കര പാടാണ്. ഫസ്റ്റ് നമ്മളൊരു കമ്മലിട്ടിട്ട് കാണിച്ചു തരാതെ. അപ്പം നമ്മുടെ ഈ കമ്മലിനെ ഇവിടെ ഒരു കൊളുത്തുണ്ട് കണ്ടോ, ഈ ഒരു കൊളുത്തുണ്ട്. ഈ കൊളുത്ത് ഇട്ടിട്ട് ഒരു കൊളുത്തുണ്ട് കേട്ടോ അതിന്. അത് വെച്ചിട്ട് ബാക്കിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഹെയറില്ലേ, നമ്മൾ കെട്ടിവെച്ച ബാക്കിലെ ഹെയർ, അതിൽ നമുക്കൊന്ന് ഇങ്ങനെ കൊളുത്തിടാൻ പറ്റും. നമ്മൾ ഓൾറെഡി കെട്ടിവെച്ച ഹെയറിലേക്ക് കൊളുത്തിടണം. അതും അതുപോലെ തന്നെ നമ്മൾ ഹെയറെല്ലാം ബാക്കിലേക്ക് ഇടുക. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിക്കണം. എന്നിട്ട് ചുറ്റിനും വോയിസ് പൊല്യൂഷൻ ആട്ടോ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. സെറ്റ് ആയില്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാക്ക് സൈഡ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിലെ ഹെയർ അങ്ങനെ ആയിരിക്കും ഇരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് പൂവ്. അപ്പം ഞാനതൊരു കുഞ്ഞാക്കി ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക, സെറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കത് നടുക്ക് പോർഷനിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഈ ഒരു നെക്ക് പീസാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ഷെയ്ഡൊക്കെ ഉള്ളൊരു ഗ്രീൻ ഷെയ്ഡാണുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് ഓക്കെ ആയിരിക്കും. പിന്നെ ബാംഗിൾസ്. അപ്പോൾ ഈ ബാംഗിൾസ് ഈ നെക്ക് ചെയിനും പിന്നെ ഈ ഒരു റിംഗ് പീസ് റിങ്ങും ആണ്. ഇതാണ് നമ്മുടെ ലുക്ക്.